അമേരിക്കയിലുള്ള എഴുത്തുകാരുമായിട്ട് പിന്നെ പരിചയപ്പെടുന്നതിന് മുമ്പ് തന്നെ ഞാൻ ആ ലൈബ്രറി തുടങ്ങി. അവിടെ ഞാൻ തുടങ്ങിയതല്ല, ഞാൻ വന്നപ്പോൾ ആ ലൈബ്രറി ഉണ്ടായിരുന്നു. പിന്നെ അതിനകത്ത് കുറേ കൂടെ പുസ്തകങ്ങൾ ശേഖരിക്കാൻ സാധിച്ചു എന്നുള്ളതുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഈ സാഹിത്യവുമായി താല്പര്യമുള്ളവരുടെ ഒരു സംഘടന ഉണ്ടാക്കണമെന്നുള്ള ഒരു ആഗ്രഹം മനസ്സിൽ തോന്നി. അങ്ങനെ ഈ പറഞ്ഞ മനു മാത്യു, അതുപോലെ തന്നെ അന്ന് ഡാളസും പരിസരത്തും ഉണ്ടായിരുന്ന ചിലരെ ഉൾപ്പെടുത്തി ഞങ്ങളൊരു KLS എന്ന് പറഞ്ഞ പേരിലൊരു സാഹിത്യ സംഘടന രൂപം കൊടുത്തു. KLS എന്ന് പറഞ്ഞാൽ കേരള ലിറ്റററി സൊസൈറ്റി ഓഫ് ഡാളസ് എന്നാണ് എൻ്റെ മുഴുവൻ പേര്. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ സെക്രട്ടറിയും രണ്ടാമത് പ്രസിഡൻറ്റും ഇരുന്നിട്ടുണ്ട് ഞാൻ. KLS ഈ സാഹിത്യ സംഘടന എന്ന് പറഞ്ഞാൽ എഴുത്തുകാരെ സൃഷ്ടിക്കുക എന്നുള്ള ഒരു സാഹിത്യ സംഘടനയ്ക്ക് സാധിക്കുന്നതല്ല. എനിക്ക് അതിനകത്ത് വിശ്വാസവും ഇല്ല. സാഹിത്യ സംഘടന ഉണ്ടായതുകൊണ്ട് സാഹിത്യകാരനുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നില്ല. സാഹിത്യ സംഘടന എന്ന് പറഞ്ഞാൽ സത്യത്തിൽ സാഹിത്യകാരന്മാരുടെ ഒരു കൂട്ടായ്മ, അങ്ങനെയുള്ള താല്പര്യമുള്ളവർക്ക് ഒന്നിച്ചിരുന്ന് സംസാരിക്കാനും ഒക്കെയുള്ള ഒരു വേദി. പിന്നെ അപ്പോൾ അന്ന് കേരള അസോസിയേഷന് ഉണ്ടായിരുന്നെങ്കിലും അവിടെയും വിഷയം സാഹിത്യമൊന്നും അത്ര വലിയ പ്രാധാന്യം കൊടുത്തിരുന്നില്ല. അപ്പം എങ്കിലും ഈ കയ്യെഴുത്ത് മാസികയിലൂടെ അവിടെയുള്ള കഴിവുള്ളവർക്ക് സാഹിത്യ സൃഷ്ടികളൊക്കെ പ്രസിദ്ധീകരിക്കുമായിരിക്കും. പിന്നെ അന്നത്തെ കാലത്തെന്ന് പറഞ്ഞാൽ നാട്ടിൽ നിന്നുള്ള പത്രമൊക്കെ ഇവിടെ വരണമെങ്കിൽ മാസങ്ങൾ കഴിഞ്ഞായിരിക്കും പത്രങ്ങളൊക്കെ വരുന്നത്. അന്നേരം അതൊക്കെയായിരുന്നു അന്നത്തെ മാധ്യമങ്ങളെന്ന് പറഞ്ഞാൽ. തീരെ നമ്മൾ അന്ന് ഇൻ്റർനെറ്റ് ഇല്ല, സെൽഫോണില്ല, ഒന്നുമില്ല. അപ്പം ലാൻഡ് ഫോണിൽ കൂടെയുള്ള ബന്ധവും പിന്നെ നാട്ടിൽ നിന്ന് വല്ലപ്പോഴും വരുന്ന പത്രങ്ങളും ഒക്കെയാണ് മലയാള താല്പര്യമുള്ളവർക്ക് വായിക്കാനായിട്ടും വാർത്ത വായിക്കാനോ അല്ലെങ്കിൽ കഥ വായിക്കാനോ ഒക്കെ എന്നുള്ള സൗകര്യമൊന്നുമില്ലായിരുന്നു. പിന്നീടുള്ളത് ഈ പറഞ്ഞ ലൈബ്രറിയിലൊക്കെയാണ്. അപ്പോൾ അവിടുന്ന് പുസ്തകങ്ങൾ വായിക്കാമെന്നല്ലാതെ പത്രമാസികകളൊന്നും അന്ന് കോമൺ അല്ലായിരുന്നു, വരത്തുമില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴത്തേന് ഞങ്ങൾ ഈ സാഹിത്യ സ്നേഹമുള്ള കുറേ പേര് കൂടിയാണ് ഈ KLS തുടങ്ങിയത്. അതിൻ്റെ ആദ്യത്തെ സെക്രട്ടറിയും രണ്ടാമത്തെ പ്രസിഡൻറ്റും മാത്രമല്ല, അതിൻ്റെ ഭരണഘടന എഴുതിയത് ഞാനാണ്. അങ്ങനെ അത് മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേക്കിനാണ് ഞങ്ങൾ ഈ ഫൊക്കാനയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അതിൻ്റെ അന്ന് ഫോമായൊന്നുമില്ല. ഫൊക്കാന ആയിരുന്നു ഉണ്ടായിരുന്ന ഒരു ദേശീയമായിട്ട് മൊത്തമുള്ള ഒരു സംഘടനയെന്ന് പറയുന്നത്, മലയാള സംഘടന എന്ന് പറയുന്നത് ഫൊക്കാനയായിരുന്നു. അപ്പം ഫൊക്കാനയുടെ സമ്മേളനങ്ങളൊക്കെ പോകുമ്പോഴും സാഹിത്യ താല്പര്യമുള്ളവർക്ക് ഒരു അംഗീകാരവും പരിഗണനയും ഒന്നും കിട്ടുന്നില്ല എന്നുള്ള തിരിച്ചറിവിൽ നിന്നാണ് ഞങ്ങൾ 1996 ഡാളസിൽ നടത്തിയ ഫൊക്കാനയിൽ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ ഒരു 2-3 പേര് ഒരു ദേശീയ സാഹിത്യ സംഘടന ഉണ്ടാകേണ്ടതിൻ്റെ ആവശ്യം സൂചിപ്പിച്ചുകൊണ്ട് ഞാനും അതുപോലെ തന്നെ അന്ന് നാട്ടിലുണ്ടായിരുന്ന ഒരു CMI അച്ഛൻ്റെ പേര് മറന്നുപോയി, ഞാൻ പിന്നീട് പറയാൻ പേര്. അങ്ങനെ 2-3 പേര് ഞങ്ങൾ അന്നത്തെ പ്രശസ്തമായ പത്രം എന്ന് പറഞ്ഞാൽ മലയാളം പത്രമായിരുന്നു. അപ്പോൾ ആ മലയാളം പത്രത്തിനകത്ത് ഞാനും പിന്നെ ഈ പറഞ്ഞ വേറെ 2 പേര്, എനിക്കൊന്ന് ഹ്യൂസ്റ്റണിൽ നിന്നുള്ള ജോൺ മാത്യു, പിന്നെ ആ CMI അച്ഛനൊരു എഴുത്തുകാരനാണ്, എന്തോ അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി, പുസ്തകത്തിലുണ്ട്. അങ്ങനെ ഞങ്ങൾ 2-3 പേര് മലയാളം പത്രത്തിൽ ഇങ്ങനെ ഒരു ദേശീയ സാഹിത്യ സംഘടന ഉണ്ടാകേണ്ടതിൻ്റെ ആവശ്യത്തെപ്പറ്റി ഞങ്ങൾ പത്രങ്ങളിൽ എഴുതി. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്തിട്ടാണ് പിന്നെ അങ്ങനെ ഒരു അവയർനെസ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് അത് എഴുതിയത്. അങ്ങനെ ന്യൂസ് വന്നു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ 96 ഫൊക്കാന നടത്തിയപ്പോഴത്തേക്കിന് അവിടെ വെച്ച് ഒരു അന്ന് എല്ലാവരും ഈ ഒരുമിച്ച് കൂടാനുള്ള ഏക അവസരം എന്ന് പറയുന്നത് ഫൊക്കാനയായിരുന്നു. അപ്പോൾ ആ ഫൊക്കാനയിൽ സാഹിത്യത്തിന് വലിയ സ്ഥാനമൊന്നും ഞങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുള്ള ഒരു പരിമിതിയും പരാതിയും ഒക്കെ ഉള്ളതുകൊണ്ട് സമാന ചിന്താഗതിക്കാരെല്ലാം കൂടി ഒരു ദിവസം ഈ 96 ഫൊക്കാന ഡാളസിലെ ആനറ്റോൾ ഹോട്ടലിൽ വെച്ച് നടത്തിയപ്പം അവിടെ വെച്ച് ഞങ്ങളെല്ലാവരും കൂടി ഒരു മുറിയിൽ വൈകിട്ട് സമ്മേളിച്ചു. കുറേ പേര് ഇങ്ങനെ താല്പര്യമുള്ളവരെല്ലാം കൂടെ അവിടെ കൂടി. ആ സമ്മേളനത്തിൽ വെച്ച് ഡോക്ടർ MST നമ്പൂതിരി ടൈലറിലുണ്ടായിരുന്ന അദ്ദേഹം ഒരു എഴുത്തുകാരനാണ്, കമ്പ്യൂട്ടർ സയൻസിലെ അധ്യാപകനാണ്. അദ്ദേഹത്തിനെ ചെയർപേഴ്സണും എന്നെ ചെയർപേഴ്സണുമായിട്ടൊരു കമ്മിറ്റി എടുത്തു. ഫൊക്കാന സമ്മേളനത്തിൽ വെച്ച് ഇങ്ങനെ ആലോചിക്കാനും അങ്ങനെ ഒരു സംഘടന രൂപീകരിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടി ചെയർപേഴ്സണായിട്ട് MST നമ്പൂതിരിയെയും
കോച്ചെയറായിട്ട് ജോസഫ് നമ്പിയോട് എന്നെയും തിരഞ്ഞെടുത്തു. അങ്ങനെ തിരഞ്ഞെടുത്തു കഴിഞ്ഞ് 97 ഞാൻ ഇനീഷ്യേറ്റീവ് എടുത്താണ്. അപ്പോൾ KLS വേണ്ടി എഴുതിയ ഭരണഘടന ഞാൻ കുറച്ചുകൂടെ രൂപമാറ്റം വരുത്തി ദേശീയ സംഘടനയ്ക്ക് വേണ്ടി ഒരു ഭരണഘടന തയ്യാറാക്കി. അതായത് കേരള ലിറ്റററി സൊസൈറ്റി എന്ന ലോക്കൽ സാഹിത്യ സംഘടനയ്ക്ക് വേണ്ടി എഴുതിയ ഭരണഘടന ദേശീയ സംഘടനയായ ലാനയ്ക്ക് വേണ്ടി ഞാൻ തയ്യാറാക്കി. അങ്ങനെ തയ്യാറാക്കി അവിടെ അന്ന് നിലവിലുണ്ടായിരുന്ന അമേരിക്കയിലെല്ലാം ഉള്ള സാഹിത്യ സംഘടനകളുടെ ആൾക്കാരുമായിട്ട് ഞാൻ ബന്ധപ്പെട്ടിട്ട് അവരെയൊക്കെ ക്ഷണിച്ചിട്ട് കേരള അസോസിയേഷൻ്റെ ഡാളസിലെ കേരള അസോസിയേഷൻ്റെ ഓഫീസിൽ വെച്ചൊരു മീറ്റിംഗ് വിളിച്ചു കൂട്ടി. അപ്പം ഹ്യൂസ്റ്റണിൽ നിന്നുള്ള 5 പേര് അന്ന് അതിൽ പങ്കെടുത്തിരുന്നു. അന്ന് ഹ്യൂസ്റ്റൺ റൈറ്റേഴ്സ് ഫോറം ഉണ്ട്. അന്ന് എല്ലായിടത്തും ഈ ലോക്കൽ സാഹിത്യ സംഘടനകളുണ്ടായിരുന്നു, പക്ഷേ ദേശീയമായ സാഹിത്യ സംഘടന ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ കോ ചെയർപേഴ്സണായിട്ടിരുന്നപ്പം ദേശീയ സംഘടന ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഞങ്ങളെ സെലക്ട് ചെയ്തത്. അപ്പം ഞാൻ പലയിടത്തും ആൾക്കാരെ വിളിച്ച് അന്ന് നിലവിലുണ്ടായിരുന്ന സാഹിത്യ സംഘടനയുടെ ആൾക്കാരുമായിട്ടെല്ലാം ബന്ധപ്പെട്ട് കുറച്ച് പേരൊക്കെ വന്നു. ഫിലാഡൽഫിയയിൽ നിന്ന് ഒരാൾ വന്നു, ചാക്കോ ശങ്കരത്തിൽ വന്നു, ന്യൂയോർക്കിൽ നിന്ന് മനോഹർ തോമസ് വന്നു, ഹ്യൂസ്റ്റണിൽ നിന്ന് 6 പേര് വന്നു. അങ്ങനെ കുറേ പേരെല്ലാം ഞാൻ എല്ലാവരുടെയും പേര് ഓർക്കുന്നില്ല. അന്ന് ചിക്കാഗോയിൽ നിന്നുള്ള അവിടെ മലയാള സാഹിത്യവേദി എന്ന് പറഞ്ഞൊരെണ്ണം ഉണ്ട്, അവരുടെ ആൾ വന്നു. അങ്ങനെ അന്ന് അറിവിലുണ്ടായിരുന്നിടത്തു നിന്നെല്ലാം ആൾക്കാരെ വിളിച്ച് ആണ് ആ സമ്മേളനം നടത്തിയത്. അപ്പോൾ ആ സമ്മേളനം നടത്തുന്നതിന് മുമ്പായിട്ട് തന്നെ ഞാൻ ഒരു പേര് ഇതിനു വേണ്ടി കണ്ടുപിടിക്കും. ആ ഭരണഘടന ഉണ്ടാക്കിയെന്ന് ഞാൻ പറഞ്ഞില്ല. ഭരണഘടന ഉണ്ടാക്കി അതുപോലെ തന്നെ ഒരു പറ്റിയൊരു പേര് ഞാൻ ഇട്ടു. ഞാൻ ഇട്ടിരുന്ന പേരെന്ന് പറഞ്ഞാൽ ഫോളോ എന്നായിരുന്നു. അതായത് ഫെഡറേഷൻ ഓഫ് ലിറ്റററി ഓർഗനൈസേഷൻ, ഫെഡറേഷൻ ഓഫ് ലിറ്റററി ഓർഗനൈസേഷൻസ് ഇൻ അമേരിക്ക എന്നുള്ള അർത്ഥത്തിൽ FOL എന്ന് പറഞ്ഞൊരു പേരാണ് ഞാൻ സജസ്റ്റ് ചെയ്തത്. അപ്പം അവിടെ വെച്ച് മീറ്റിംഗ് നടന്നു കഴിഞ്ഞപ്പോഴത്തേക്കിന് എല്ലാവരും ചർച്ചകൾ നടത്തി. ഡാളസിലെ കേരള അസോസിയേഷൻ്റെ ഓഫീസിൽ വെച്ചാണ് അതിൻ്റെ സമ്മേളനം നടക്കുന്നത്. അന്ന് എന്നിട്ട് ഇതെല്ലാം ചർച്ച ചെയ്തപ്പോഴേക്കും ഞാൻ എഴുതിയ ഭരണഘടന അതുപോലെ തന്നെ അപ്രൂവ് ചെയ്തു. പിന്നെ പേര് എല്ലാവരും കൂടെ ചർച്ച ചെയ്തിട്ട് ലാന എന്നാക്കി. ഞാൻ വിട്ട പേരിന് പകരം ലിറ്റററി അസോസിയേഷൻ, അന്ന് ആക്ച്വലി ഉണ്ടായിരുന്ന പേരെന്ന് പറഞ്ഞാൽ കേരള ലിറ്റററി അസോസിയേഷൻ ഓഫ് നോർത്ത് അമേരിക്ക, ക്ലാന എന്ന് വായിക്കാം. പക്ഷേ സൈലൻ്റ് ആയിട്ടിരുന്നുകൊണ്ട് ലിറ്റററി അസോസിയേഷൻ ഓഫ് നോർത്ത് അമേരിക്ക ലാന എന്ന പേര് സ്വീകരിച്ചു. അപ്പോൾ അതായത് ഞാൻ ഇട്ട പേര് മാറ്റിയിട്ട് വേറൊരു പേരിട്ടു. ഞാൻ കൊണ്ടുവന്ന ഭരണഘടന അതുപോലെ അംഗീകരിച്ചു. അങ്ങനെ ആണ് ഒഫീഷ്യലായിട്ട് അന്ന് തുടക്കം ഇടുന്നത്. അത് 97. അതായത് 96 ഫൊക്കാനയ്ക്കാണ് പ്ലാൻ ഇട്ടത്. കമ്മിറ്റിയെ സ്വീകരിച്ചു. അതിൽ കോ ചെയർപേഴ്സൺ ഞാനായിരുന്നു. അപ്പം ഈ ഡാളസിൽ വെച്ച് നടന്ന സമ്മേളനത്തിൽ ആ കോ ചെയർപേഴ്സണെ ലാനയുടെ പ്രസിഡൻ്റായിട്ടും കോ ചെയർപേഴ്സണായ എന്നെ സെക്രട്ടറി ആയിട്ടും എടുത്തു. അങ്ങനെ ഒഫീഷ്യൽ ലാന ഉണ്ടായത് 97 പിന്നീട് ഈ നമുക്ക് ഒരു പൊതുവേദി ഫൊക്കാന നടക്കുമ്പോഴാണല്ലോ കൂടേണ്ടത്. അതുകൊണ്ട് ആ 98 ആയപ്പോഴേ ആദ്യത്തെ ഇത് വാർഷികം പോലെ, അതായത് 2 വർഷം കംപ്ലീറ്റ് ചെയ്തതുപോലെ ആക്കി. കാര്യം എന്നാന്ന് ചോദിച്ചാൽ 96 ഫൊക്കാന നടന്ന് അടുത്ത 98 അടുത്ത ഇത് വേണം. അപ്പം 96 മുതൽ 97 വരെ ഞാനും അദ്ദേഹവും ചെയർപേഴ്സണും കോ ചെയർപേഴ്സണുമായി. പിന്നീട് ഉള്ള 1 വർഷം പ്രസിഡന്റും സെക്രട്ടറിയുമായി. അങ്ങനെ അത് നടത്തി കഴിഞ്ഞ് 98 റോച്ചസ്റ്ററിൽ വെച്ചായിരുന്നു ഫൊക്കാന കൺവെൻഷൻ. അപ്പോൾ ആ കൺവെൻഷനിൽ ഞാൻ അവിടെ ഞങ്ങളെല്ലാം കൂടെ കൂടി ഈ അന്നത്തെ നിലവിലുണ്ടായിരുന്ന കമ്മിറ്റികളും ആൾക്കാരെല്ലാം കൂടെ കൂടി വെച്ച് എന്നെ പ്രസിഡന്റുമാക്കി, ചാക്കോ ശങ്കരത്തിൽ സെക്രട്ടറി ആക്കി. അപ്പം 1 കൊല്ലം ഒഫീഷ്യലി പറഞ്ഞാൽ ലാനയുടെ 1 കൊല്ലം സെക്രട്ടറി ആയിട്ടും 98 മുതൽ 2000 വരെ പ്രസിഡന്റുമായി. അപ്പം പ്രസിഡന്റ് ആദ്യത്തെ സെക്രട്ടറി, ലാനയുടെ ആദ്യത്തെ സെക്രട്ടറിയും രണ്ടാമത്തെ പ്രസിഡന്റ്. ആദ്യത്തെ പ്രസിഡന്റ് MST, രണ്ടാമത്തെ പ്രസിഡന്റ് ജോസഫ് നമ്പിയോടം. ആദ്യത്തെ സെക്രട്ടറി ലാനയുടെ ആദ്യത്തെ സെക്രട്ടറി. അപ്പോൾ അങ്ങനെ നടത്തി. അങ്ങനെ ഈ ലാനയുമായിട്ട് പ്രവർത്തിച്ചപ്പോൾ അമേരിക്കയിലുള്ള അതുമല്ല മലയാളം പത്രം എന്നുണ്ടായിരുന്നത് കൊണ്ട് ഒത്തിരി പേര് അതിനകത്ത് എഴുതുമായിരുന്നു, മലയാളം പത്രത്തിൽ എഴുതുമായിരുന്നു. അപ്പം
ഇവരെ എല്ലാവരുമായിട്ട് പരിചയപ്പെടാനുള്ള അവസരങ്ങൾ കിട്ടി. ഇവിടുത്തെ എഴുത്തുകാരുമായിട്ട് പൊതുവെയുള്ള അപ്പം പിന്നെ വളരെ മനസ്സിലാക്കാനായിട്ടുള്ള ഒരു അവസരം കിട്ടി. ഇങ്ങനെ എഴുത്തുകാരാരൊക്കെയാണെന്നും ഇവിടെ താല്പര്യമുള്ളവരാണ്. അങ്ങനെ ഈ സമ്മേളനങ്ങൾ കൂടി പിന്നെ ഒത്തിരി പേരെ പരിചയപ്പെടാനും ബന്ധപ്പെടാനും ഒക്കെ സാധിച്ചിട്ടുണ്ട്. പക്ഷേ എല്ലാവരും ഒന്നും ഇതിനകത്ത് സംഘടനയിൽ ചേർന്നൊന്നുമില്ല. ഈവൻ അന്ന് വന്ന ഹ്യൂസ്റ്റണിൽ നിന്ന് വന്നവർ പോലും ലാനയിൽ ചേരുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് മാറി നിന്നു. അപ്പം അപ്പോഴും ഞാൻ പല ലേഖനങ്ങളും അന്ന് ലാന എന്താണ്, എന്തിനു വേണ്ടിയാണെന്നൊക്കെയുള്ള പേരിൽ വെച്ചുകൊണ്ട് ഞാൻ പല ലേഖനങ്ങളും ഒക്കെ എഴുതി. അങ്ങനെയൊക്കെയാണ് ലാന ഒരു അറിയപ്പെടുന്ന സംഘടനയായിട്ട് മാറുന്നത്. അപ്പോൾ അതിനുവേണ്ടിയൊക്കെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ ആൾക്കാരും ഒക്കെ ആയിട്ട് ഒത്തിരി പരിചയമായി. അങ്ങനെയാണ് ഞാൻ 90 അതിന് മുമ്പാണ്, അതായത് ലാനയൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പാണ് 96 ഫൊക്കാനയ്ക്ക് ഞാൻ ലിറ്റററി സൊസൈറ്റിയുടെ കേരള ലിറ്റററി സൊസൈറ്റി ഡാളസിൻ്റെ പ്രസിഡന്റ് ആയിരുന്നപ്പോഴാണ് പിന്നെ ഈ മലയാള കവിത അമേരിക്കയിൽ നിന്ന് പറഞ്ഞൊരു കവിതാ പുസ്തകം ഇറക്കുന്നത്. ഞാൻ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത്. അപ്പം അതിന് അവതാരി എഴുതിയത് വിനയേന്ദ്ര സാറിനെ കൊണ്ടാണ് അവതാരി എഴുതിച്ചത്. അവതാരി എഴുതി പിന്നെ ഞാൻ അതിനകത്ത് വേറൊരു ലേഖനം എഴുതിയിട്ടുണ്ട്. ഇവിടെ ഉള്ള പിന്നെ ആ പുസ്തകമായിട്ട് പിന്നെ കാണിക്കണം. അപ്പൊ ആ പുസ്തകത്തിലാണ് ഇവിടെ അപ്പുറത്തിരിക്കുന്നത്. ഈ പുസ്തകമാണത്. പിന്നെ മലയാള കവിത അമേരിക്കയിൽ എന്ന് പറഞ്ഞുള്ള പുസ്തകം. അത് അതിൻ്റെ പടമെല്ലാം വരച്ചിരിക്കുന്നതും ലേ ഔട്ടും കാര്യങ്ങളെല്ലാം ചെയ്തത് ഞാൻ മുമ്പ് സൂചിപ്പിച്ച മനു മാത്യു എന്ന് പറഞ്ഞ ആളാണ് ഇതെല്ലാം ചെയ്തത്. പിന്നെ ലിറ്റററി സൊസൈറ്റിയുടെ മെമ്പേഴ്സാണ് ഇതിൻ്റെ ഫണ്ട് ശേഖരിച്ചത്. അങ്ങനെയെല്ലാം ആണ് ആ പുസ്തകം അന്ന് വന്നത്. അത് അന്ന് ഏതാണ്ട് പിന്നെ 10-40 കവികളുടെ, അതായത് പിന്നെ ഇവിടെ അമേരിക്കയിലുള്ള 35 കവികളുടെ ഏതാണ്ട് 100-103 കവിതകൾ അതിനകത്തുണ്ട്, എൻ്റെ ഉൾപ്പെടെ. അങ്ങനെയാണ് അത് അമേരിക്കയിലെ ആദ്യത്തെ കവിത, മലയാളികളുടെ തന്നെയായിട്ടുള്ള ആദ്യത്തെ കവിതാ സമാഹാരമാണ് ആ പുസ്തകം. അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് 2008 ഞാൻ കേരള സാഹിത്യ അക്കാദമിയുമായിട്ട് സഹകരിച്ച് മറ്റേ പുസ്തകം കാണിച്ചത്. പിന്നെ സാഹിത്യ അക്കാദമിയുമായിട്ട് സഹകരിച്ച് അമേരിക്കൻ മലയാളികളുടെ മാത്രമായ ഒരു പുസ്തകം പ്രസിദ്ധം ചെയ്ത് അതിന് എഡിറ്റർ അന്നത്തെ അക്കാദമി മെമ്പറായിരുന്ന രാവുണ്ണി എഡിറ്റർ, ഞാൻ അമേരിക്കയിൽ നിന്നുള്ള പിന്നെ കവിതകൾ കളക്ട് ചെയ്യാനാണ് എല്ലാം കളക്ട് ചെയ്യാൻ സഹായിക്കുകയെല്ലാം ചെയ്ത് ഗസ്റ്റ് എഡിറ്റർ എന്നുള്ള പദവിയാണ് എനിക്ക് അതിനകത്തുണ്ടായിരുന്നത്. അങ്ങനെ ആ പുസ്തകം പിന്നെ അമേരിക്കൻ മലയാളി കവിതകൾ എന്ന പേരിൽ 2008 പ്രസിദ്ധീകരിച്ചു. പിന്നെ അത് ഇങ്ങനെ 2 പുസ്തകങ്ങൾ അമേരിക്കയിലെ മലയാളി കവികളുടെ കവിതകൾ 2 പുസ്തകങ്ങളിൽ പബ്ലിഷ് ചെയ്യാനായിട്ട് ഞാൻ ഇനീഷ്യേറ്റീവ് എടുത്തിട്ടുണ്ട്. ഈ മലയാളികളുടെ ഇടയിലുള്ള ഈ സാഹിത്യകാരന്മാരിലെ വനിതകൾ ആരെങ്കിലും, വിമൻസ് ആരെങ്കിലും ഉണ്ടോ? ഇപ്പോഴും ഉണ്ടോ? ഒത്തിരി പേരുണ്ട്. ഉണ്ടല്ലേ? അറിയാവുന്ന ആരെങ്കിലും? അറിയാവുന്നവര് പിന്നെ നമ്മുടെ ലാന എന്ന് പറഞ്ഞാൽ ലിറ്റററി അസോസിയേഷൻ ഓഫ് നോർത്ത് അമേരിക്കയാണ്. അതായത് അമേരിക്ക മാത്രമല്ല, കാനഡയിലുള്ളവരുണ്ട്. അപ്പോൾ കാനഡയിൽ നിന്നുള്ള പല എഴുത്തുകാരും ഉണ്ട്. അതിൽ പിന്നെ നിർമ്മല എന്ന് പറഞ്ഞൊരു നോവലിസ്റ്റ് ഉണ്ട്, പിന്നെ ജോൺ അളമതയുണ്ട്, അങ്ങനെ കുറേ പേരുണ്ട് അവിടെ നിന്നുള്ളത്. പിന്നെ ഇവിടോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പം പിന്നെ സ്ത്രീകളായിട്ട് പറഞ്ഞാൽ നീന പനിക്കൽ എന്ന് പറഞ്ഞൊരു എഴുത്തുകാരൻ. നീന പനിക്കൽ നല്ല ഒത്തിരി നോവലുകൾ എഴുതിയിട്ടുള്ള ആളാണ്. ഈ നിർമ്മല ഒത്തിരി നോവലുകൾ എഴുതിയിട്ടുണ്ട്. പിന്നീട് നോവൽ എഴുതിയത് പറഞ്ഞാൽ നോവലും കഥയൊക്കെ എഴുതുന്ന പലരും ഉണ്ടായിരുന്നു. ഈ ഹ്യൂസ്റ്റണിലുള്ള ഒരാളുണ്ടായിരുന്നു, അവർ പുള്ളിക്കാരത്തി മരിച്ചുപോയി, പേര് ഞാൻ അങ്ങോട്ട് ഓർക്കുന്നില്ല. അതുപോലെ നീന, നിർമ്മല, പിന്നെ സാഹിത്യത്തിൽ താല്പര്യവും മുന്നിട്ട് നിൽക്കുന്ന വേറെ കുറെ പേരുണ്ട്. പിന്നെ ഈ ഇവരുടെ എല്ലാം പേരങ്ങോട്ട് ഞാൻ ഹ്യൂസ്റ്റണിലെ എഴുത്തുകാരെന്ന് പറഞ്ഞാൽ ഒത്തിരി പേരുണ്ട്. അവരുമായിട്ടെല്ലാം ഞാൻ ഇടയ്ക്ക് അവിടുന്ന് ഞങ്ങൾ ഇവിടെ വന്ന് മീറ്റിംഗ് നടത്തി. ഇവിടെ ഞങ്ങൾ അവരെ അങ്ങോട്ട് വിളിച്ച് മീറ്റിംഗ് നടത്തിയിട്ടുണ്ട്. അവിടെ ജോൺ മാത്യു, പിന്നെ നെല്ലിക്കുന്ന്, അങ്ങനെ കുറെ സാഹിത്യകാരന്മാർ, ഇവിടെ നോവലിസ്റ്റുകളുണ്ട്. മണ്ണിക്കരോട്ട്. ഇതാണ് ഞാൻ എല്ലാവരുടെയും പേര് ഒന്ന് ഓർപ്പിക്കാമെങ്കിൽ എളുപ്പമാണ്. അപ്പം പിന്നെ അതല്ലെങ്കിൽ നേരത്തെ പറഞ്ഞിട്ട് ഞാൻ അത് പ്രിപ്പയർ ചെയ്ത് അങ്ങനെ ഇവിടെ പിന്നെ സാഹിത്യത്തിൽ താല്പര്യമുള്ള ഒത്തിരി പേരുണ്ട്, എഴുതുന്നവരുണ്ട്. അവരുടെയൊക്കെ ഒത്തിരി പേരുടെ പുസ്തകങ്ങൾ എൻ്റെ കയ്യിലുണ്ട്. പിന്നെ ഓരോരുത്തരെയും ഒന്ന്
നേരത്തെ പറഞ്ഞ മാതിരി ഒന്നും പ്രിപ്പയർ ചെയ്തില്ല, അതുകൊണ്ട് ഞാൻ എല്ലാം പേരുകളും പറയാൻ എനിക്ക് നോ പ്രോബ്ലം ഓർമ്മയില്ല. പിന്നെ മീനു എലിസബത്ത് എന്നും പറഞ്ഞ ഒരാള് പിന്നെ ഡാളസിലുണ്ട്, തെക്കേമുറിയുണ്ട്. ഡാളസിലെ എഴുത്തുകാരുടെ പറഞ്ഞാൽ പിന്നെ ഇവരൊക്കെ തെക്കേമുറി 2-3 നോവലുകൾ എഴുതിയിട്ടുണ്ട്. പിന്നെ ഞാൻ നോവൽ എഴുതിയിട്ടില്ല, കഥാ കവിത ലേഖനം ഇതൊക്കെയാണ് എൻ്റെ ഫീൽഡ്. പിന്നെ ഈ പറഞ്ഞ മീനു മാത്യു എന്ന് പറഞ്ഞ ആളെ പിന്നെ എന്നെപ്പറ്റി ഒരു ഇത് ഇന്റർവ്യൂ നടത്തി, അതാണ് മനോരമയിൽ ഇട്ടിരിക്കുന്നത്. ഞാൻ അതിൻ്റെ ലിങ്ക് അയച്ചു തന്നായിരുന്നല്ലോ. അതായത് അമേരിക്കയിലെ മലയാള സാഹിത്യം മുൻപേ നടന്നവർ എന്നുള്ള പങ്ക്തിയാണ്. അതിനകത്ത് കുറേ പേരെ ഉണ്ട്, കുറേ പേരുടെ ഇന്റർവ്യൂ പുള്ളി മുഖാമുഖം ഇന്റർവ്യൂ അല്ല, നമ്മളെ വിവരങ്ങൾ ശേഖരിച്ചിട്ട് പുള്ളി തയ്യാറാക്കി മനോരമയിൽ പബ്ലിഷ് ചെയ്തതാണ് ആ ലേഖനങ്ങളെല്ലാം. അതിനകത്ത് എൻ്റെ പേരുമുണ്ട്. ഞാൻ ജോസഫ് നമ്പിയോട് ഞാൻ ലിങ്ക് അയച്ചു. പിന്നീട് ഈ മലയാളിയിലെ അവാർഡ് കിട്ടിയപ്പോഴത്തേക്കിന് ഒരു പിന്നെ എന്നോട് ഈ മലയാളിയുടെ അവാർഡ് എനിക്കായിരുന്നു കിട്ടിയ ഏറ്റവും അവസാനം കിട്ടിയ അവാർഡ്. അതായത് കവിതയുടെ അവാർഡ് ഈ മലയാളിയുടെ കിട്ടിയപ്പോഴത്തേക്കിന് ഒരു ഇൻ്റർവ്യൂ ഇതുപോലെ തന്നെ പിന്നെ വിവരങ്ങളെല്ലാം ശേഖരിച്ചുകൊണ്ട് സുധീർ പണിക്കുവീട്ടിൽ എന്ന് പറഞ്ഞ ഒരാൾ പിന്നെ അതെല്ലാം പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അത് ഇപ്പോഴും അതിനകത്ത് കിടപ്പുണ്ട്, നമ്മുടെ ഈ മലയാളിയുടെ ആർക്കൈവ്സിനകത്ത് എൻ്റെ അതിനകത്ത് കിടപ്പുണ്ട്. അപ്പം പിന്നെ 2 ഇൻ്റർവ്യൂ. പിന്നെയുള്ള ഒരു ഇൻ്റർവ്യൂ ഓർമ്മിക്കുന്നത് ന്യൂയോർക്കിലുള്ള മനോഹർ തോമസ് ചിക്കാഗോ ഫൊക്കാന നടത്തിയപ്പോഴത്തേക്കിന് എന്നെ ഒരു ഇൻ്റർവ്യൂ നടത്തിയിട്ടുണ്ട്. അത് മുഖാഭിമുഖമായിട്ടുള്ള ഫേസ് ടു ഫേസ് വീഡിയോ. അത് അതിൻ്റെ പേര് ദൂരഗോപുരങ്ങളെന്നും പറഞ്ഞുണ്ടായിരുന്നു. അത് അങ്ങനെ കുറേ, അതായത് ഇവിടെ അമേരിക്കയിലുള്ള എഴുത്തുകാരെ പരിചയപ്പെടുത്തുന്ന ഒരു പങ്ക്തിയായിരുന്നു അത്. അത് വർഷങ്ങൾക്ക് മുമ്പ്, അതായത് 15-ലാണെന്നാണ് എൻ്റെ ഓർമ്മ, ചിക്കാഗോ കൺവെൻഷന് വെച്ചാണ് എന്നെ ഇൻ്റർവ്യൂ നടത്തിയത്. അങ്ങനെ മീനു മാത്യു ഇൻ്റർവ്യൂ നടത്തിയതുണ്ട്, ഈ മലയാളിയുടെ നടത്തിയതുണ്ട്, ദൂരഗോപുരങ്ങളുണ്ട്. പിന്നീട് ശേഷം ഇത്രയും വിശദമായ ഒരു മുഖാഭിമുഖം ഫേസ് ടു ഫേസ് ഇൻ്റർവ്യൂ നടത്തുന്ന ആളാണ് സെന്നി. ഇത്രയും വിപുലമായ വേറെ ആരും നടത്തിയിട്ടില്ലെന്നുള്ളതാണ് വേറൊരു സത്യം. നമ്മൾ അടുത്തല്ലേ താമസം, അതുകൊണ്ടാണ് സാറേ. താങ്ക് യു. നീ വേറെ എന്തെങ്കിലും? ഇല്ല, താങ്ക് യു സാറേ. ഞാൻ ചുരുക്കമാണ്. സാറിന്റെ ഇപ്പോൾ ഉള്ള ഈ ഹ്യൂസ്റ്റണിലെ എഴുത്തുകാരില്ലേ, നിങ്ങൾ ഓരോ മാസം അല്ലെങ്കിൽ ഈ 2 മാസം കൂടുന്ന ഒരു പങ്ക്തിയില്ലേ, അതിനെ 2 വാക്ക്. അത് ഹ്യൂസ്റ്റണിലെ പിന്നെ മണിക്കരോട്ടിന്റെ നേതൃത്വത്തിലുള്ള മലയാളം സൊസൈറ്റി, പിന്നെ കേരള ഹ്യൂസ്റ്റൺ റൈറ്റേഴ്സ് ഫോറം എന്ന് പറഞ്ഞൊരെണ്ണമുണ്ട്. 2 സംഘടനകളുമായിട്ട് ഞാൻ നേരത്തെ മുതലേ പലതിലും സഹകരിച്ചിട്ടുണ്ട്. പക്ഷെ അമേരിക്ക വന്നതിന് ശേഷം പിന്നെ കോവിഡൊക്കെ ആയിരുന്നല്ലോ, നമ്മൾ വന്ന സമയത്ത് ഇതൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഇതുവരെ അത് 2ലും ഞാൻ മെമ്പറൊന്നും ആയിട്ടില്ല. കാര്യം ഞാൻ ഇവിടെ വന്നിട്ട് പുതിയ ആളുമാണ്. അതുമല്ല പിന്നെ ഇപ്പോൾ സാഹിത്യ സംഘടനകളെ ആയിട്ട് അത്ര ആക്റ്റീവ് അല്ല ഞാൻ. കാര്യം എന്നാന്ന് ചോദിച്ചാൽ, നേരത്തെ എല്ലാത്തിലുമായിട്ട് ഇടപെട്ട് ലിറ്റററി സൊസൈറ്റി നടത്തി, ലാന നടത്തി. പിന്നെ ലാനയും ലിറ്റററി സൊസൈറ്റിയും 2ഉം എൻ്റെ വീട്ടഡ്രസ്സിൽ പിന്നെ സർട്ടിഫിക്കറ്റ് മേടിച്ചിരിക്കുന്നത്. അതായത് പിന്നെ അസ്യൂംഡ് നെയിം സർട്ടിഫിക്കറ്റ് എന്ന് പറയും. അതായത് അന്ന് കൗണ്ട് ചെയ്യുന്ന അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് വേണമായിരുന്നു നമുക്ക് ഈ അക്കൗണ്ടൊക്കെ. അപ്പം കേരള ലിറ്റററി സൊസൈറ്റിയും ലാനയും എൻ്റെ പേരിലും വീട്ടഡ്രസ്സിലുമാണ് രജിസ്റ്റർ ചെയ്തത് ആദ്യ തുടക്കത്തിൽ. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ പിന്നെ സാഹിത്യ സംഘടനയിൽ സത്യം പറഞ്ഞാൽ വലിയ ആക്റ്റീവ് ആകുന്നില്ല. ഇപ്പോൾ പൊതുവെ ഇപ്പം എനിക്ക് അതിനോടുള്ള താല്പര്യം ഇല്ലാതായി എന്നുള്ളതാണ് സത്യം. നമുക്ക് ഓരോ കാലത്ത് ഓരോ താല്പര്യങ്ങളാണ്. ഇപ്പം കൂടുതൽ എനിക്കിഷ്ടം പോലെ കൂടുതൽ വായിക്കുക. എനിക്ക് 1000-ഓളം പുസ്തകം ഇരിപ്പുണ്ടെന്ന് പറഞ്ഞില്ല. അതിനകത്ത് തന്നെ ഇനിയും പിന്നെ ഇപ്പം ഈ പുസ്തകം നമ്മൾ ഇറക്കി 5-ാമത്തെ പുസ്തകം ഇറക്കി കഴിഞ്ഞതിന് ശേഷം തൽക്കാലം ഈ മലയാള സാഹിത്യവും എഴുത്തും ഒന്ന് വിട്ടു നിൽക്കാനാണ് ഉദ്ദേശം. ഒരു ഇംഗ്ലീഷിലൊരു നോവൽ എഴുതണമെന്നാണ് എൻ്റെ ആഗ്രഹം. അത് ചെറുപ്പം മുതലേ നടന്ന ആഗ്രഹം, ഇന്ന് വരെ നടന്നിട്ടില്ല. ഇംഗ്ലീഷ് വായിക്കുകയും കൂടുതൽ അതിനെപ്പറ്റി ഞാൻ ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ഞാൻ പറഞ്ഞില്ല, ഒത്തിരി ആൾക്കാരുടെ പിന്നെ ഈ അമേരിക്കൻ നോവലിസ്റ്റുകളുടെ തന്നെ നോവലുകളും ഇതെല്ലാം വായിക്കും. ഞാൻ ഇഷ്ടംപോലെ വായിക്കാറുണ്ട്, ഇപ്പോഴും ഉണ്ട്, കയ്യിലിരിപ്പുമുണ്ട്. അതുപോലെ ലാറ്റിൻ അമേരിക്കൻ റൈറ്റേഴ്സായിട്ടുള്ള പിന്നെ ഈ
വാൻ റുൾഫോയുടെ പെട്രോ പരാമാവോ, അതുപോലെ തന്നെ മാർക്കേസിൻ്റെ മുഴുവൻ നോവലുകളും, പിന്നെ കസാൻഡിസാക്കിസിൻ്റെ നോവലുകൾ, ഇതെല്ലാം ഞാൻ വായിച്ചിട്ടുണ്ട്. അതിൻ്റെ എല്ലാം പുസ്തകങ്ങളും ഉണ്ട്. അപ്പം ഇതെല്ലാം കൂടുതൽ കുറച്ചുകൂടി കോൺസെൻട്രേറ്റ് ചെയ്ത് പിന്നെ ഒരു നോവൽ എഴുതണം, ഇംഗ്ലീഷിലൊരു നോവൽ എഴുതണമെന്നുള്ളതാണ് സാറിൻ്റെ ആഗ്രഹം സാധിക്കട്ടെ. ദൈവം അത് എത്രയും വേഗം ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. സാറിനോട് ഒരു ചോദ്യം, ഒരു ഗ്ലോബൽ ക്വസ്റ്റ്യനാണ്. സാർ ഇത്രയും രാജ്യങ്ങളും ഇത്രയും പുസ്തകങ്ങളും കേട്ടിട്ട് ഏത് രാജ്യക്കാരാണ് അല്ലെ ഏത് പ്രദേശക്കാരാണ് ഈ ലിറ്ററേച്ചറിൽ കൂടുതൽ ഷോ കാണിക്കുന്ന, അല്ലെങ്കിൽ ലിറ്ററേച്ചറിൽ ഒരു ജീവിതം പടുത്തുയർത്തുന്നത്? UK-കാരാണോ, യൂറോപ്പിലുള്ളവരാണോ, റഷ്യക്കാരാണോ? അത് പറഞ്ഞാൽ പിന്നെ അത് ഞാനിപ്പം പറഞ്ഞ ഞാൻ പഠിച്ചത് ഇംഗ്ലീഷ് സാഹിത്യം പഠിച്ചതിൽ ഇംഗ്ലീഷ് സാഹിത്യം മുഴുവൻ വന്നത് ഇംഗ്ലണ്ടിൽ. അതായത് ഷേക്സ്പിയർ മുതൽ കെല്ലി, കീറ്റ്സ്, ഇങ്ങനെ. അതായത് ഇംഗ്ലീഷ് സാഹിത്യം എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ് സാഹിത്യമാണ്. അപ്പം അവരെ പറഞ്ഞു നിർത്താൻ പറ്റുമോ? എൻ്റെ ഓർമ്മയിൽ ഗ്രീക്ക് സാഹിത്യം എന്ന് പറഞ്ഞാൽ ഗ്രീക്ക് മിത്തോളജി, ബൈബിളും ഒക്കെ ഉണ്ടാകുന്നതിന് എത്രയോ കാലം മുമ്പുണ്ടായതാ ഗ്രീക്ക് മിത്തോളജി. ഗ്രീക്ക് മിത്തോളജി മുഴുവൻ പിന്നെ ഇന്നും ഇംഗ്ലീഷ് സാഹിത്യത്തിന്റെ ആധാരശിലകളെന്ന് പറയാവുന്നത് ഗ്രീക്ക് മിത്തോളജിയും ഇംഗ്ലീഷ് സാഹിത്യവും പിന്നെ ഒക്കെയാണ് അതിൻ്റെ നമ്പർ 1 എന്ന് പറയുന്നത്. പിന്നെ ഭാരതത്തിലെ മാറ്റി നിർത്താൻ നമുക്ക് പറ്റും. അതായത് പിന്നെ ഹോമറിന്റെ ഗ്രീക്ക് ഇലിയഡ്, ഒഡീസിയും മുതൽ ഇന്ത്യയിലേക്ക് വരുമ്പോഴത്തേക്കിന് മഹാഭാരതവും രാമായണവും ഒക്കെ. അപ്പൊ ആരെയാ പുറകിൽ നിർത്തുന്നത്? ഗ്രീക്ക് സാഹിത്യത്തെ പുറകിൽ നിർത്താൻ പറ്റുമോ? ഇംഗ്ലീഷ് സാഹിത്യത്തെ നിർത്താൻ പറ്റുമോ? ഇനിയും പിന്നെ ലാറ്റിൻ അമേരിക്കൻ വന്നു കഴിഞ്ഞാൽ ഒന്നാന്തര നോവൽ മാർക്കേസ് ഒക്കെ നമ്പർ 1. പിന്നെ അതിന്റെ 100 Years of Solitude ഒക്കെ ഭയങ്കര പുസ്തകങ്ങളാണ്. അപ്പം അവരെ മാറ്റി നിർത്താൻ പറ്റുകയില്ല. ജർമ്മനി വെച്ചാൽ ഗെയ്തെ മുതല് പിന്നെ എത്രയോ എഴുത്തുകാര്, പിന്നെ ഗുന്തർ ഗ്രാസ്, ഇങ്ങനെ ഒത്തിരി നോവലിസ്റ്റുകളുണ്ട്. ഇറ്റാലിയൻസിനെ പറ്റി ഇറ്റാലിയൻ എനിക്ക് ഉണ്ട്, പക്ഷേ ഇറ്റാലിയൻ നോവലുകൾ എഴുതുന്നവരെ പറ്റി. റഷ്യയുടെ പറഞ്ഞാല് നമ്മുടെ ടോൾസ്റ്റോയും ഡോസ്റ്റോവ്സ്കിയും അങ്ങനെയുള്ള റൈറ്റേഴ്സൊക്കെ എഴുത്തുകാരാണ്. അവരുടെ പിന്നെ ടോൾസ്റ്റോയുടെ ഒന്നും മാത്രം, പിന്നെ അന്നാ കരീന, പിന്നെ അങ്ങനെ ഒത്തിരിയേറെ. പിന്നെ ഈ റഷ്യൻ വന്നു കഴിഞ്ഞാൽ ഡോസ്റ്റോവ്സ്കി പോലുള്ള എഴുത്തുകാര്. പിന്നെ ഏത് ഭാഷ എടുത്താലും ഈ നമ്മുടെ ആരും മോശമെന്ന് പറയാൻ എനിക്ക് പറ്റിയാലേ. നമ്മുടെ ഏഷ്യയിലെ ഫാർ ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളിൽ ജപ്പാന്, കൊറിയൊക്കെ എടുത്തു കഴിഞ്ഞാൽ എന്താ അവിടുത്തെ സാഹിത്യമായിട്ട് എനിക്ക് വലിയ പിടുത്തമില്ല. ചിലരൊക്കെ ഉണ്ടെന്നുള്ളതല്ലാതെ കുറച്ച് എഴുത്തുകാരെ അറിയാവുന്നല്ലാതെ എനിക്ക് അത്രമാത്രം ബന്ധമില്ല അവരുമായിട്ട്. പിന്നെ ചൈന ഇച്ചിരി പുറകെ നിൽക്കുന്നത് സാഹിത്യത്തിൽ അവരാണെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ എൻ്റെ അറിവിന്റെ പരിമിതി നമ്മളായിട്ട് അങ്ങനെ വലിയ ബന്ധങ്ങളില്ലല്ലോ. പിന്നെ ഏത് ഭാഷ ഞാൻ പറഞ്ഞില്ലേ, അമേരിക്കൻ ലിറ്ററേച്ചറിലോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ധാരാളം പേര്, പിന്നെ നമ്മുടെ ഈ ഓൾഡ് മാൻ ആൻഡ് സി ഒക്കെ എഴുതിയ എന്തോ അങ്ങനെയുടെ പേര് നേരത്തെ ആയിരുന്നെങ്കിൽ ഞാനിതെല്ലാം ഇതിപ്പം അപ്രതീക്ഷിതമായിട്ടുള്ള ചോദ്യമാണ്. എല്ലാവരുടെയും ലിസ്റ്റ് മനസ്സിൽ നിന്നും കൊണ്ട് വരുന്നില്ല. ഓൾഡ് മാൻ ആൻഡ് സി എനിക്ക് വളരെ ഇഷ്ടമാണ്. അതുപോലെ പിന്നെ കാച്ചർ ഇൻ ദി റൈ നന്നാണ്. അതുപോലെ കവിത എഴുതുന്ന വാൾട്ട് വിറ്റ്മാൻ, ഇങ്ങനെ ഒത്തിരിയേറെ പേരുണ്ട്. അവരുടെ എല്ലാം പുസ്തകങ്ങളും എൻ്റെ കയ്യിലുണ്ട്. അതെല്ലാം കുറേയേറെ വായിച്ചിട്ടുമുണ്ട്. ഓൾഡ് മാൻ ആൻഡ് സി ഒക്കെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടുള്ള പിന്നെ നോവലാണ്. സാർ വിശദമായിട്ടെല്ലാം പറഞ്ഞു. ഇവരെല്ലാം പ്രതിപാദിക്കുന്ന വിഷയം എന്തൊക്കെയാണ്? പൊളിറ്റിക്കൽ ആണോ അതോ എൻവയോൺമെന്റ് ആണോ? എല്ലാം ഉണ്ട്. അതായത് ഇപ്പം ഡ്രാക്കുള വായിച്ചിട്ടുണ്ടോ? അതായത് ഡ്രാക്കുള പറഞ്ഞ ഒരു തരം ഡിറ്റക്റ്റീവ്, അല്ല സോറി, പിന്നെ അല്ലല്ല, ഡ്രാക്കുള അല്ല, പിന്നെ എന്തോ ഒരു ഡിറ്റക്റ്റീവ് നോവല് പോലൊക്കെ എഴുതുന്നു. പിന്നെ എന്തോ അതിന്റെ പേര് ഞാൻ അങ്ങോട്ട്, ഇതെല്ലാം പുസ്തകമുണ്ട്, ഞാൻ വായിച്ചിട്ടുണ്ട്, പക്ഷെ അങ്ങോട്ട് മെമ്മറിയിലോട്ട്.
സാർ പറഞ്ഞു വരുന്നത് എല്ലാ ചുരുക്കി പറഞ്ഞാല് ഫിക്ഷനും എന്റെ അനുഭവത്തിൽ എനിക്ക് പിന്നെ എല്ലാ ഭാഷയിലെയും കഴിവ് വലിയ പ്രഗത്ഭരായ അറിയപ്പെടുന്നവരുടെ ഒരു പുസ്തകമെങ്കിലും കയ്യിൽ കാണണം, വായിച്ചിരിക്കണം എന്നൊരാഗ്രഹത്തിന്റെ പേരിലാണ് ഞാൻ ഒത്തിരി വായിച്ചിട്ടുണ്ട്. ഇനിയും വായിക്കാൻ കടക്കുന്നു. വായിച്ചതിനേക്കാൾ കൂടുതൽ വായിക്കാതിരുന്നതാണ് കൂടുതൽ ഇപ്പോഴും ഉള്ളത്. സാർ ഏത് സമയത്തായി വായിക്കുന്നത് സത്യത്തില്? ഇപ്പോൾ വിശ്രമ ജീവിതത്തിലാണെങ്കിൽ അല്ല, ആക്ച്വലി ഞാൻ ഏറ്റവും ബിസി ആയിരുന്ന കാലത്തായിരുന്നു കൂടുതൽ വായിച്ചിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ വായിച്ചിരിക്കുന്നത് എഴുതിയിരിക്കുന്നത് ഞാൻ ഏറ്റവും ബിസി ആയിരുന്ന ഈ അന്നൊക്കെ ഓർത്തിരുന്നത് റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി സമയം കിട്ടും എന്നൊക്കെയാണ് നമ്മുടെ ധാരണ. പക്ഷേ സത്യം അതല്ല. നമ്മള് പിന്നെ എല്ലാത്തിനും ഉണ്ട് ഓരോ രീതിയുണ്ട്. ഇപ്പം വായിക്കുന്ന പറഞ്ഞാൽ ഞാൻ ജോലിക്ക് പോകുമ്പോഴത്തേന് വായിക്കുമായിരുന്നു. കാരണം റേഡിയോളജി ജോലി ചെയ്യുമ്പോഴത്തേന് എപ്പോഴും ബിസി ആയിരിക്കണമെന്നില്ല. നമ്മൾ ഓരോ ജോലി ചിലപ്പോൾ ബിസി അല്ലാത്ത സമയത്ത് വെറുതെ ഇരിക്കുമ്പോഴത്തേന് നമുക്ക് വായിക്കാം. പിന്നെ ഇപ്പം പിന്നെ ഞാൻ പുസ്തകങ്ങൾ വാങ്ങിച്ച് വായിക്കുന്ന പറഞ്ഞാല് മിക്കവാറും ചിലപ്പം ബാത്റൂമിൽ പോയി കാര്യം ഏകാന്തത കിട്ടുന്നല്ലേ. പിള്ളേരും പിന്നെ ഭാര്യയുടെ ഒന്നും ശല്യമില്ലാതിരുന്ന് വായിക്കാൻ പറ്റുന്ന അങ്ങനെ വായിച്ചിട്ടുണ്ട്. പിന്നെ യാത്രകളിൽ വായിക്കാറുണ്ട്. വെറുതെ യാത്രകളിൽ അധികം വായിക്കുന്നത് എനിക്കിഷ്ടമില്ല. കാരണം യാത്ര എന്ന് പറഞ്ഞാൽ യാത്ര എൻജോയ് ചെയ്യുക. അതുകൊണ്ട് യാത്രകളിൽ അധികം വായിക്കാറില്ല. വീട്ടിലിരുന്നോ ജോലി സ്ഥലത്ത് സമയമുള്ളപ്പോഴോ അങ്ങനെയൊക്കെയാണ് കൂടുതലും വായിച്ചിട്ടുള്ളത്. പിന്നെ പുസ്തകം ഇപ്പം പിന്നെ പലപ്പോഴും ഈ അച്ചടിച്ച പുസ്തകം അല്ലാതെ കിൻഡിലിനകത്തൂടെ നെറ്റിലല്ലേ ഈയിടെ ഒരു നമ്മുടെ അമേരിക്കയിലുള്ള ഒരു വർഗീസ് എന്നാ പുള്ളിയുടെ പേര്, അങ്ങനെയുള്ള ഒരു പുസ്തകമാണ് ഞാൻ ലേറ്റസ്റ്റ് മേടിച്ചത്. പിന്നിപ്പം അങ്ങേരുടെ ഒരു വലിയൊരു പുസ്തകമുണ്ട്. അതാണ് ഈ റീസെന്റ് മേടിച്ചത്. അത് ഓഡിയോ ബുക്ക് ഒരാൾക്ക് കിട്ടി. അപ്പം ഓഡിയോയിൽ കൂടെ കേട്ടോണ്ടിരിക്കുകയാണ് ഞാൻ. പകുതി ആയില്ല, ഏതാണ്ട് ഒരു കാൽഭാഗം കഴിഞ്ഞതേ ഉള്ളൂ. അത് ഓഡിയോയിലൂടെ കേൾക്കാനും പുസ്തകം മേടിച്ചതുകൊണ്ട് രണ്ടുമുണ്ട്. പിന്നെ കിൻഡിലൂടെ വായിക്കാം. പിന്നെ ഏറ്റവും പുതിയ പുസ്തകം ഞാൻ വാങ്ങിച്ചതെന്ന് വെച്ചാൽ ഇപ്പം ട്രംപിന്റെ വൈസ് പ്രസിഡന്റ് ആയിട്ട് JD വാൻസ് പുള്ളിയുടെ ഒരു പുസ്തകമാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ മേടിച്ചിരിക്കുന്നത്. ഏറ്റവും പുതിയ പുസ്തകം. അത് വളരെ ഒരാഴ്ചത്തെ അല്ല പുസ്തകം JD വാൻസ് ലൈവ് ആയത് ട്രംപിന്റെ വൈസ് പ്രസിഡന്റ്. അപ്പം പുള്ളിയെ കുറിച്ചൊന്ന് മനസ്സിലാക്കിയിരിക്കുന്നത്. പുള്ളിയുടെ സാഹിത്യകാരനെ എങ്ങനെയാണ് അത് അന്ന് അവിടുത്തെ ഏതോ ഒരു പിന്നെ പ്രത്യേകിച്ച് ഉള്ള ഒരു അല്ല ഒരു കമ്മ്യൂണിറ്റിയുടെ കഥയാണെന്നാണ് ഞാൻ അതിനെപ്പറ്റി മനസ്സിലാക്കിയത്. വായിച്ചില്ല, എന്നെ വന്നില്ല, ഓർഡർ ചെയ്തിട്ടേ ഉള്ളൂ, വന്നിട്ടില്ല. സാർ ഇത് അമേരിക്കയിൽ എവിടെ നോക്കിയാലും യാത്രയിലൊക്കെ അമേരിക്കക്കാർ എപ്പോഴും ഒരു പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുക. അവരൊന്നും വെറുതെ ഒന്നും നോക്കിയിരിക്കുന്നില്ല, വായിച്ചുകൊണ്ടിരിക്കുക. അവർ വായിക്കുന്നത് എന്താണ് സത്യത്തിൽ സാർ മനസ്സിലാക്കിയിട്ടുണ്ടോ? എനിക്ക് ഇവിടുത്തെ പിന്നെ ഞാനങ്ങനെ ഇവിടുത്തെ വായിച്ചുകൊണ്ടിരിക്കുന്നത് യാത്രയിലൊന്നും ഞാൻ അധികം കണ്ടിട്ടില്ല. എന്താ വായിക്കുന്ന ചോദിച്ചാല് ഇവിടെ നമ്മുടെ പിന്നെ ഇവിടുത്തെ ബുക്ക് സ്റ്റോളിലൊക്കെ ചെന്ന് നോക്കിയാൽ നമുക്ക് കാണാമല്ലോ. എന്തിനാ സാംസിലോ വാൾമാർട്ടിലോ ഒക്കെ ചെന്നാലും കൂട്ടിയിട്ടിരിക്കുന്നതാണ് ബെസ്റ്റ് സെല്ലർ എന്നൊക്കെ പറഞ്ഞു. അപ്പം ഈ മുമ്പ് ഞാൻ പറഞ്ഞ ഒരു ഡോക്ടറാണ് വർഗീസ് എന്ന് പറഞ്ഞ പുള്ളിയുടെ മുഴുവൻ പേര് ഞാൻ പുസ്തകത്തിന്റെ പേര് നോക്കി എടുത്തോണ്ട് വന്നാലേ അറിയത്തുള്ളൂ. അപ്പം പുള്ളി എഴുതിയ പുള്ളി നല്ല ഒരു ഡോക്ടറാണ്, വലിയ പ്രശസ്തനായ ഡോക്ടറാണ്. അങ്ങനെയാണ് ഈ നോവൽ എഴുതിയിരിക്കുന്നത്. അപ്പൊ പിന്നെ അത് ബെസ്റ്റ് സെല്ലറാണ്. ഓപ്ര വിൻഫ്രിയുടെ ബുക്ക് ക്ലബിലെ നമ്പർ 1 ബെസ്റ്റ് സെല്ലറൊക്കെ ആയിട്ടുള്ള പുസ്തകം. അപ്പൊ അങ്ങനെയുള്ള മലയാളികൾ എഴുതുന്ന പുസ്തകമാണെങ്കിലും അല്ലെങ്കിൽ ഇംഗ്ലീഷിലെ നമ്മുടെ അമേരിക്കൻ ലിറ്ററേച്ചറിലുള്ള അമേരിക്കൻ സാഹിത്യത്തിലുള്ള പുസ്തകങ്ങൾ വായിക്കുന്ന പിന്നെ ഇപ്പോൾ കാച്ചർ ഇൻ ദി റൈ ഉദാഹരണം പറഞ്ഞാൽ അത് വളരെ സിമ്പിളായിട്ടുള്ള ലാംഗ്വേജിൽ എഴുതിയിരിക്കുന്ന ഒരു പുസ്തകം. പക്ഷേ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടാണ് കാച്ചർ ഇൻ ദി റൈ. JD സാലിഞ്ചറിൻ്റെയാണ്. പിന്നീട് ഉള്ളത് പിന്നെ എന്താ ടു കിൽ എ മോക്കിംഗ് ബേർഡ് എന്ന് പറഞ്ഞുള്ള ഒരു നോവല്. അങ്ങനെ പിന്നെ ഇംഗ്ലീഷ് സാഹിത്യം എന്നല്ല, പിന്നെ അമേരിക്കൻ ലിറ്ററേച്ചറിനകത്തുള്ള പലരുടെയും പുസ്തകങ്ങൾ എനിക്ക് അതുപോലെ ഇവിടെ ഈ പറഞ്ഞ ബുക്ക് ക്ലബുകളും ഇതൊക്കെയാണ്. അത് ആൾക്കാർ ഒത്തിരി മേടിക്കുന്നുമുണ്ട്. അങ്ങനെ വായിക്കുന്നതായിരിക്കാം. അവരുടെ എന്താ വായിക്കുന്നത് ഞാൻ ചോദിച്ചിട്ടില്ല. എനിക്ക് ഞാൻ കണ്ടിട്ടുണ്ട് എപ്പോഴും അവരുടെ ഒരു ബുക്ക് കാണും. അതുപോലെ തന്നെ അവരൊരു ബുക്ക് പബ്ലിഷ് ചെയ്യാൻ ശ്രമിക്കും. ഏതൊരു ടോപ്പിക് കിട്ടിയാലും ഉടനെ ഇവിടെ ഒത്തിരി പുസ്തകങ്ങൾ ഇറങ്ങുന്നുണ്ട്. അവർക്ക് ഇറക്കാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഈ മലയാള സാഹിത്യവും ഇതുമായിട്ടൊക്കെയാണ് കൂടുതൽ പരിചയം.
ഇംഗ്ലീഷ് സാഹിത്യമായിട്ടോ അല്ലെ ഇത് ബുക്ക് പബ്ലിഷ് ചെയ്യുന്നതിൻ്റെ രീതികളെ പറ്റിയൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ അരുന്ധതി റോയ് ഒക്കെ പിന്നെ ബുക്കർ പ്രൈസ് കിട്ടിയ നമ്മുടെ ഇപ്പം 4-5 പേർക്ക് ബുക്കർ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. പിന്നെ പക്ഷെ മലയാളികളായിട്ടുള്ള ബുക്കർ പ്രൈസ് കിട്ടിയ ആകെയുള്ള അരുന്ധതിയേ ഉള്ളൂ. പിന്നെ ശശി തരൂരുണ്ട്, മലയാളം നല്ല സാഹിത്യകാരനാണ്. പുള്ളിയുടെയും കുറേ നല്ല പുസ്തകങ്ങളുണ്ട്. മാജിക്കൽ റിയലിസം ഫീച്ചർ ചെയ്തുകൊണ്ടുള്ള അത് ഈ മാർക്കേസിന്റെ 100 Years of Solitude ഒക്കെ പോലെയുള്ള കൃതികളെന്ന് പറഞ്ഞാൽ കൂടുതലും അത് ഈ മാജിക്കൽ റിയലിസം ഒരു സാങ്കേതിക വിദ്യ ഇതിൽ അടിസ്ഥാനപ്പെടുത്തിയുള്ള കൃതികളാണ്. അപ്പം വായിക്കുന്നത് എന്താന്ന് ചോദിച്ചാൽ ഇതെല്ലാം സാഹിത്യത്തിനോടുള്ള താല്പര്യമുള്ളവർ വായിക്കും. അല്ലാതെ ഇപ്പം നമ്മുടെ നാട്ടിലെ എല്ലാവരും വായനയുള്ളവരാണ് എന്ന് പറഞ്ഞാൽ കണക്കൂട്ടാൻ മതി. പിന്നെ ചിലർക്ക് ഇപ്പം യാത്രയിൽ ഒക്കെ പോകുമ്പം വായിക്കുന്ന പറഞ്ഞാൽ ഇപ്പം ട്രെയിനിരിക്കുമ്പോഴൊക്കെ വായിക്കുന്നവരുണ്ടെന്ന് പറഞ്ഞാൽ പലപ്പോഴും ഇവർക്ക് പുസ്തകത്തിലോട്ട് മുഖം കൊണ്ടിച്ചിരുന്നാൽ മറ്റുള്ളവരുമായിട്ട് വലിയ ഇടപെടൽ വേണ്ടെന്ന് വിചാരിക്കുന്നതും കൂടെ കാണുമായിരിക്കും. സാറേ, ഒരു ചോദ്യം കൂടെ, ഒറ്റ ചോദ്യം കൂടെ, കാരണം നമ്മുടെ സമയം ഒത്തിരി ദീർഘിച്ചിരിക്കുന്നു. ഈ ഒരു പുസ്തകത്തിന്റെ പുറംചട്ട കണ്ട് നമ്മൾ ആ പുസ്തകത്തെ വിലയിരുത്തരുതെന്ന് പറഞ്ഞ പോലെ അതിന്റെ ഒരു ആദ്യത്തെ 10 പേജ് 20 പേജ് കഴിയുമ്പോൾ സാറ് ബോറിനാണെന്നോ ഇതിൻ്റെ അകത്ത്? തീർച്ചയായിട്ടും ഉണ്ട്. അത് ചില പുസ്തകങ്ങൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ വായിച്ചു കഴിയാതെ തിരിച്ചു വെക്കില്ല. ചിലത് എടുത്തു കഴിഞ്ഞാൽ കടുകട്ടി ലാംഗ്വേജ് ആയിരിക്കും. അങ്ങനെ ഞാൻ വായിക്കാത്ത പുസ്തകങ്ങൾ എൻ്റെ കയ്യിൽ ഒത്തിരി ഇരിപ്പുണ്ട്. പിന്നെ അതൊക്കെ പേര് പറയാൻ പോയാൽ ഞാനിപ്പോ ഓർക്കുന്നില്ല. ഇപ്പം ഈ ബുക്കർ പ്രൈസ് കിട്ടിയ അരുന്ധതിയുടെ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ അത് ഒരു പിന്നെ ഇംഗ്ലീഷിൽ എഴുതിയത് കൊണ്ടാണ് അത് അത്രയും വിജയിച്ചത്. അതല്ലാതെ ഒരു മലയാളത്തിൽ എഴുതിയിരുന്നെങ്കിൽ നമ്മുടെ മലയാളത്തിലെ ഒരു 3ാം കട നോവലിന്റെ സ്റ്റാൻഡേർഡ് പോലും കാണത്തില്ല. അപ്പം ആക്ച്വലി അതിന്റെ കണ്ടന്റ് കൊണ്ടല്ല അത് ഇത്രയും പ്രശസ്തമായത്. അന്ന് അതിലുപയോഗിച്ചിരിക്കുന്ന ലാംഗ്വേജ്, പിന്നെ അതിനകത്ത് അവരുടെ ഉപയോഗിച്ചിരിക്കുന്ന സ്ഥലം, പിന്നെ ഇംഗ്ലീഷിൽ എഴുതിയ നമ്പർ 1 റീസൺ എന്ന് പറഞ്ഞാൽ അത് ഇംഗ്ലീഷിലായതുകൊണ്ടാണ്. പിന്നെ അവരുടെ മാർക്കറ്റിങ്, അത് ഈ പുസ്തകം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചും നമ്മുടെ നാട്ടിലെ പുസ്തകങ്ങൾക്ക് അത്രയും മാർക്കറ്റിംഗ് ഒന്നുമില്ല. പക്ഷേ ഈ നോബൽ പ്രൈസ്, ബുക്കർ പ്രൈസ് പോലുള്ളതൊക്കെ കിട്ടണമെങ്കിൽ ശരിക്കും ഒരു പിന്നെ നല്ല ഭാഷയിലായിരിക്കണം. അത് നമ്മൾ എഴുതിയത് എഡിറ്റ് ചെയ്യാൻ നല്ല കഴിവുള്ള ആൾക്കാരെ ഹയർ ചെയ്യണം, അതിനുള്ള ഏജന്റിനെ ഹയർ ചെയ്യണം. അങ്ങനെ ഒത്തിരിയേറെ പ്രോസസ്സിൽ കൂടെ മാർക്കറ്റിംഗ് നടത്താനും. അല്ലാതെ നമ്മൾ അങ്ങോട്ട് ചുമ്മാ ഒരു പുസ്തകം ഇറക്കിക്കൊണ്ട് വന്നാവുന്ന നോവൽ പ്രൈസും പോയിട്ട് ബുക്കറും ഒന്നും കിട്ടത്തില്ല. ഇതിനെല്ലാം ഓരോ, പിന്നെ അത് എവിടെ പബ്ലിഷ് ചെയ്യണമെന്നുള്ള നിയമങ്ങളും ഒക്കെ ഉണ്ട്. ഇപ്പം ബുക്കർ പ്രൈസ് കിട്ടണമെങ്കിൽ ഇംഗ്ലണ്ടിൽ പ്രസിദ്ധീകരിച്ച പുസ്തകമായിരിക്കണം. അങ്ങനെ ഒത്തിരി മാനദണ്ഡങ്ങളുണ്ട്. അതിൽ തന്നെ അവരുടെ ലോങ് ലിസ്റ്റ് വരുന്നു, പിന്നെ ഷോർട്ട് ലിസ്റ്റ് വരുന്നു, പിന്നെ ആണ് ഫൈനൽ സെലക്ഷൻ വരുന്നത്. അപ്പം അരുന്ധതിയൊക്കെ രണ്ടാമതൊരു നോവൽ പിന്നെ എഴുതിയിട്ട് ബുക്കർ പ്രൈസിന്റെ അയലത്ത് പോലും ചെന്നില്ല. പക്ഷെ ഞാൻ രണ്ടും വായിച്ചിട്ടുണ്ട്. അരുന്ധതിയുടെ പിന്നെ ആ ഗോഡ് ഓഫ് സ്മോൾ തിങ്സിനേക്കാളും കുറച്ചുകൂടി ഡെപ്ത് ഉള്ള നോവലാണ് ആ രണ്ടാമത് എഴുതി. പക്ഷെ എങ്കിലും അതിന് കിട്ടിയില്ല. അപ്പം ഇതിനെല്ലാം കുറേയേറെ ഇതുണ്ട്. മാർക്കറ്റിങ്, അതിന്റെ പിന്നെ ലക്ക്, പിന്നെ ഭാഷ, ഇങ്ങനെ ഒത്തിരി ഘടകങ്ങളെ ആശ്രയിച്ചാണ്. താങ്ക് യു സോ മച്ച് സാർ. ഇത്രയും സഹകരിച്ചതിന് ഒത്തിരി നന്ദി. സാറിൻ്റെ ആഗ്രഹങ്ങളെല്ലാം സഫലീകരിക്കട്ടെ. ഹ്യൂസ്റ്റണിൽ തന്നെ സാർ സ്ഥിരതാമസമാകട്ടെ, ഞങ്ങൾക്ക് കാണാൻ സാധിക്കട്ടെ. താങ്ക് യു സോ മച്ച്. പിന്നെ ഇങ്ങനെ ഒരു ഇന്റർവ്യൂ ഞാൻ ആദ്യം പറഞ്ഞല്ലോ, പിന്നെ ഇത്രയും സമഗ്രമായിട്ടുള്ള ഒരു ഇന്റർവ്യൂ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് സംഭവിച്ചത്. അതിന് പ്രത്യേകം സെന്നി ഉമ്മന നന്ദി പ്രത്യേകം രേഖപ്പെടുത്തുന്നു. ഈസ്റ്റേൺ വോയിസിന് ധാരാളം റീഡേഴ്സും കാണുന്നവരെ യൂട്യൂബിൽ കണ്ട് പ്രോത്സാഹിപ്പിക്കുക. സെന്നി ഉമ്മൻ SB കോളേജിൽ പഠിച്ച ആളാണ്. ഇവിടെ ഞാൻ ഇപ്പോൾ താമസിക്കുന്ന മിസോറി സിറ്റിക്ക് സമീപം ഉള്ള എയർലാൻഡിലാണ് താമസം. അദ്ദേഹത്തിന് ഇങ്ങനെ മലയാളികളായിട്ടുള്ള ആൾക്കാരെ
കഴിവുള്ള എല്ലാ രംഗത്തുമുള്ളവരെ കണ്ടുപിടിച്ച് ഇൻ്റർവ്യൂ നടത്തി ചെയ്യുന്നതിന് അദ്ദേഹം ഒത്തിരിയേറെ കഷ്ടപ്പെടുന്നുണ്ടെന്നുള്ളത് എനിക്കറിയാം. അദ്ദേഹത്തിന് ആ കഷ്ടപ്പാടുകളിലെല്ലാം ഫലമണിയട്ടെ, കൂടുതൽ വ്യൂവേഴ്സ് ഉണ്ടാകട്ടെ. അങ്ങനെ അത് മാത്രമല്ല, ഇങ്ങനെ കഴിവുള്ളവരെ രംഗത്ത് കൊണ്ടുവരാനായിട്ട് ഒരു ഇനീഷ്യേറ്റീവ് എടുക്കുന്നത് തന്നെ ഒരു വളരെ ചുരുക്കമായി കാണുന്നത്. ഞാൻ 85 തൊട്ട് ഇത്രയും 2020 വരെ, അതായത് 35 വർഷം മെസ്കിറ്റിൽ താമസിച്ചിട്ട് അല്ലെ ഡാളസിൽ താമസിച്ചിട്ട് ഇങ്ങനെ ആരും എന്നെ സമീപിച്ചിട്ടില്ല ഒരു നല്ലൊരു അഭിമുഖം നടത്തണമെന്ന്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇദ്ദേഹം എന്നെ തേടിപ്പിടിച്ച് കണ്ടുപിടിച്ച് ഇത്രയും പ്രോത്സാഹനം തന്നതിന് ഒത്തിരിയേറെ നന്ദിയുണ്ട്. ഹ്യൂസ്റ്റൺ വോയിസിനും അതിൻ്റെ സാരഥിയായ സെന്നി ഉമ്മനും എല്ലാവിധ വിജയങ്ങളും നേരുന്നു. നന്ദി. താങ്ക് യു സോ മച്ച് സാർ. ഒരു ആളെ ക്യാമറയുടെ മുമ്പിൽ ഇരുത്താനാണ് പ്രയാസം. അതിൽ സഹകരിച്ചതിന് ഒത്തിരി സന്തോഷം. താങ്ക് യു സോ മച്ച്. താങ്ക് യു.